പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നത് ഏറ്റു പറയുക. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുക. അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാനിത് ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്. 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരുമ്പോൾ എന്താ, ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയും, എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്. നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാരെ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറിനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചതല്ലേ, എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റെന്നാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കുന്നത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തതുകൊണ്ടാണ്, മെറിറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണിത് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം. ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവുടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പനവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ 3 പെൺമക്കളാണ്. അതിൻ്റെ അകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. അനുജന് ആമക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെമ്മക്കുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല. ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോഴേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാരെ പുറകിലായി പോകും. ഈ പുറകിലായപ്പോയ ആൾക്കാർക്ക്
എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും, അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ, അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പം മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്, അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പം അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായിപ്പോവും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്, ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മൾ ജ്ഞാനത്തിന് അത്, അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ആ കേട്ടോ. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫേസ്യസ് 2:8. നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ, നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണിപ്പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാതല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹാം എന്ന് പറഞ്ഞ് എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ഇവർക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്, ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ രസമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമയബ്രാഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 50-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരുടെ ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം, എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ
കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അഡൾട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റ് ഇല്ലേ. 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലമാകുമ്പോൾ കയ്യിൽ നിന്ന് പോകില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാൽ ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടിക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ടീച്ചർ വന്ന് നമ്മൾ റിബി ജോസഫിൻ്റെ സാക്ഷ്യം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിബി ജോസഫ് വന്ന് ഉടമ്പടി എടുത്ത് പോയി. അവർക്ക് ടീച്ചറാകാൻ ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണമെന്നാണ്. പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞ് അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. അവർ പറഞ്ഞ പോലെ വേറെ ഒന്നും കൊടുത്തില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ മെറിറ്റില്ലെന്ന് നോക്കണം. എന്താ കാര്യം? ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കതെല്ലാം അടിച്ചു പൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെല്ലാം ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ, വെടിച്ചില് പോലെ പറയുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ? അപ്പോഴും മെറിറ്റ് പോകും. മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? ഗ്രേസാണ്. ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8. അപ്പോൾ ഈ ഗ്രേസ് ഞങ്ങളെന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടി എന്താ ചെയ്യണത്? ഈ മെറിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ്. പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസാണ്. ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഉടമ്പടിയിലുള്ളത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ല ചുമ്മാ 65 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയമ്മമാരും സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞാൽ ആ റോഡേ പോയിരുന്ന് പറയാൻ പറയും. ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യണതല്ലേ ഉടമ്പടി. ഉടമ്പടി ചെല്ലൽ കുറവല്ലേ, ചെയ്യണതാണ്. ഒരു കൈയും ചെയ്യലതില്ല. ചുമ്മാ വാർത്താ പുസ്തകം വെച്ചുകൊണ്ട് 10-600 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കും. ചെല്ലണമല്ലല്ലോ ഇത്. കാര്യം ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ്, പ്രത്യേക കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുലയാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ മേടിപ്പിക്കാമായിരുന്നു വീഞ്ഞ്, അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുവുമായിട്ട് കൂട്ടിമുട്ടിച്ചത്? അമ്മയുടെ ജോലി അതാണ്. അതായത് അമ്മ എന്തിനാണ് അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത്.
അല്ലേ? പരപിതാവിന് തിരുസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി ആ ടെലികോസ്റ്റ് ഐ വിൽ ബി ദ എവർ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കണത്. ഏതെല്ലാം കാലത്ത് ഏത് കുരിശിൻ്റെ ചുവട്ട് നിന്നാലും കുഴപ്പമില്ല. എൻ്റെ മകൻ തുണിയില്ലാതെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനവിടെ മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി, ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ എന്ന് പറഞ്ഞ് ഈശോയെപ്പോലെ തന്നെ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് നിറവേറണം എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒപ്പം തോളോടെ തോലം ഒറ്റ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് ബി ടു ടൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അപ്പൻ്റെ മനസ്സ് നിറവേറ്റുക മാത്രമാണ് എൻ്റെ ജീവിത ലൗത്യമെന്ന്. അതാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം. എന്താ അമ്മയുടെ മനസ്സെന്ന് പറയണത്? നിൻ്റെ തിരുമനസ്സ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റു വ്യക്തികളിൽ എത്തിക്കണം. അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം, ഞാൻ തന്നെ സുവിശേഷമാകണം, ഞാൻ തന്നെ സുവിശേഷം ഏകണം. യേശുക്രിസ്തു അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്ന് കൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും. നിന്നെ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. എൻ്റെ ദൈവവേദ ഓരോ വചനവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ്, നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ, നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ, നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഇതിനെ പഠിക്കണം. ഉടമ്പടി പഠിക്കേണ്ടത്, കവനൻ്റ് പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ്. എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം? എന്താണ്? എന്നെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും. കൃപാസനം പത്രം എഴുതിയ പ്രസംഗങ്ങളാണ്. കർത്താവ് ഇതുപോലെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ വല്ലതും പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ചില വചനത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ ഇവിടെ വന്ന് നിൽക്കും, ബാക്കി കർത്താവ് പറയും. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസനം പത്രത്തിലുള്ളത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് പറയണം? കർത്താവേ, എന്നെ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല, പക്ഷേ പൗലോസ് അപ്പോസ്തലനെ പോലെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു. അപ്പം നമ്മൾക്കത് ചാതുര്യക്കുറവ് ഒരു കുഴപ്പമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എഴുതും. നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കയ്യിൽ തരും. ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി, എന്താണ് ഈശോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു ഈ മാസം. 120 പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 120 ഉണ്ട്. നമുക്കിവിടെ ഒരു ദിവസം തന്നെ 25 സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ 250 സാക്ഷ്യം ഉറപ്പായിട്ടുണ്ട്. 750 സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന 60 സാക്ഷ്യങ്ങളെ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാര്യം എന്താ? അത്രയും സ്ഥലം യൂട്യൂബിൽ അത്ര സമയമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥനയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആദ്യം വേണ്ട ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും, പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, നഗ്നനെ ഉടുപ്പിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല. അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട്, ഇല്ലായ്മക്കാരെ ഈശോയെക്കായി കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത്. ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ? ആരാണ്ടെൻ്റെ ഗ്രേസാണ് മുകളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത്. അതല്ല, നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ Ephesians 2:8 പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം. കാര്യം മാലാഖ് മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? മറിയം, നീ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട്. സക്കറിയ അടുത്ത് പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ? സക്കറിയൊക്കെ പറയാൻ പറ്റണില്ല. അതേ കാക്ക് അക്സെപ്റ്റിബിലിറ്റി കുറവാണ്. സക്കറിയ യോഹന്നാൻ മാന്താനയുടെ അപ്പനാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ദൈവതിരുസന്നിധിയിൽ റിസെപ്റ്റിവിറ്റി കുറവാണ്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത്? നീ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ചെയ്തിരിക്കുന്ന കാര്യമാണത്. പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും
അത് മറിയം പറയുന്ന സ്വസ്ത്രഗീതം പോലും സാമുവേലിൻ്റെ അമ്മ പറഞ്ഞ സ്വസ്ത്രഗീതമാണ്. കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അന്നമ്മയുടെ സ്വസ്ത്രഗീതമാണ്. ആരുടെ? സാമുവേലിൻ്റെ അമ്മയില്ലേ, എൽക്കാനയുടെ പത്നി, അവരുടെ സ്വസ്ത്രഗീതമാണ്. കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം. അപ്പോൾ അമ്മ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാണ് മറുപടി പറയണത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ ദാസി എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസി എന്നാണെങ്കിൽ വചനമെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാണ്. കാര്യം നമ്മൾ വചന കൂടാരത്തിൽ വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ഇരിക്കണത് എന്താണ്? വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വചനമാണ്. അപ്പോഴേ ഈ വചനത്തിന്, ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ. ഇപ്പോൾ പാക ഉടമ്പടി നടന്ന് ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്തയെ ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 5 സെൻറ്റ് കൂടുതൽ കിട്ടും. വീടുകളിലൊക്കെ നടക്കാനുണ്ടല്ലേ? മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തുമില്ല. കാര്യം നമ്മളെന്താ ചില ആൾക്കാർ പറയത്തത്, നിൻ്റെ വായി കൂവലാണോ എന്ന് ചോദിക്കും. അതല്ല, എനിക്ക് പറയാനറിയാം, പക്ഷെ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ സമാധാനം പാലിക്കുക. കർത്താവിൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കണത്. പക്ഷെ അവർക്ക് നഷ്ടമാണ്. മുട്ടാളന്മാരും കൈക്കൊള്ളവരും കാര്യക്കാരും പകുതിയും കൊണ്ട് പോകും. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, തീർച്ചയായിട്ടും വരാം. അതെന്തുകൊണ്ടാണ്? ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാനുള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അതിന് രക്തസാക്ഷിയായ ശവശാസ്ത്രവല്ല മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച്. കാര്യം എന്താണെന്ന് പറയുക, അതും സുവിശേഷമാകുകയാണ്. നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തും. ദൈവതിരുസന്നിധി നിൻ്റെ IELTS വിജയം കണ്ടെത്തുക. ദൈവതിരുസന്നിധി നിന്നെ വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക. ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും 70 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പേരെ കാണാതെയും. എല്ലാം കണ്ടെത്താം, പക്ഷെ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയാവും. നമുക്കറിയാമല്ലോ. പക്ഷേ ദൈവതിരുസന്നിധി കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും. നമ്മൾ 11:19 വായിക്കത്തില്ലേ? 11:19 വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ച മക്കളെ. വെളിപാടിൻ്റെ പുസ്തകം 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഇനി അതിൻ്റെ അടുത്ത വരി വായിച്ചേ. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത വായിച്ചേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അതാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണത്? ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ആ ഗർഭത്തിൽ ആരാണുള്ളത്? യേശു ക്രിസ്തു. അപ്പോൾ അവൾ ആരായിരിക്കും? അമ്മ. കൈ ഇടിച്ച്